ആരൊക്കെ എന്തൊക്കെ വാശി പിടിച്ചാലും ദേവിയുടെ ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കൂ. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. പക്ഷേ എല്ലാം ശരിയാകുന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു ഇതുവരെ. ഇപ്പോ എന്റെ മനസ്സിന് താങ്ങാനാവുന്നതിനപ്പുറത്തേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. എത്രയും പെട്ടെന്ന് ഒരു വാടക വീട് സംഘടിപ്പിച്ച് അഖിലയും ഇന്ദുമതിയും അവിടേക്ക് മാറ്റണം. അല്ലെങ്കിൽ കിഷന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഉള്ള മാനം കൂടി കപ്പല് കയറുന്ന അവസ്ഥ ആകും വിദ്യാഭ്യ. ആ ഗഗന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും വീടിന്റെ താക്കോല് തിരിച്ചു വാങ്ങാൻ ഞാൻ തയ്യാറാണ്. ആ വീടങ്ങനെ അടച്ചിട്ട് നശിപ്പിക്കാതെ വേണമെങ്കിൽ അതിനുള്ള വാടക കൊടുത്ത് അവിടെ താമസിക്കാമല്ലോ. പക്ഷേ അതിനും ഇന്ദുമതി സമ്മതിക്കില്ല. ആ ഗഗനെ ഒട്ടിവിടെ കാണാനുമില്ല. ഗഗന്റെ കാര്യത്തിലും അമ്മ മഹാമായ ഉചിതമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ഏതായാലും ദേവൂട്ടിയുടെ അച്ഛൻ ധൈര്യമായിട്ടിരിക്കും. എല്ലാ പ്രതിസന്ധികളും അകലുന്ന ഒരു കാലം ഉണ്ടാവും. ദേവൂട്ടിയുടെ പ്രാർത്ഥന നിങ്ങളെയൊക്കെ സംരക്ഷിച്ചോളും. എന്റെ ദേവൂട്ടി മോൾക്ക് നല്ല ജീവിതം കിട്ടിയല്ലോ എന്നുള്ള സമാധാനം മാത്രമേ ഇപ്പൊ എനിക്കുള്ളൂ വിദ്യാമ്മേ. എന്തായാലും ചെറിയ വാടകയ്ക്ക് ഒരു വീട് സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എന്നാ ഞാൻ വരട്ടെ വിദ്യാമ്മേ. ഇന്ദുമതിയുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി അവർക്ക് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. ദേവൂട്ടിയുടെ അച്ഛന്റെ ദശാസന്ധികാലം തീരാൻ പോവുകയാണ്.